ദയവ് ചെയ്ത് ഈ വരവ് ഒരു വർഷമെങ്കിലും ഇവിടെ മാറ്റി വെക്കണം. കാരണം എൻ്റെ ഒരുപാട് നിസ്കാരം കളയാണ്, ഒരുപാട് കാര്യങ്ങൾ നോമ്പ് ഞാൻ നോറ്റിവിടാന്നൊക്കെ വിചാരിച്ച് നോറ്റിവിടിയില്ല, കുറേ അവിടെ കിടക്കുന്നുണ്ട്. സക്കാത്ത് കൊടുക്കണം എന്നൊക്കെ ഞാൻ ഒരുപാടായിട്ട് വിചാരിച്ചു. സ്വർണ്ണത്തിന്റെ വില കുറഞ്ഞിട്ടുണ്ടേ, കൊടുക്കാൻ ഒക്കെ ഞാൻ തയ്യാറാ. പക്ഷേ കൂടി കൂടി പോവില്ലേ? ഇപ്പൊ നിങ്ങൾ അങ്ങോട്ട് എടുത്താൽ ഒരു നുള്ളെടുത്ത് കഴിഞ്ഞാൽ തന്നെ എത്ര ആയിരം കൊടുക്കുന്നത്? അതുകൊണ്ട് അതൊക്കെ കടാണ്, അതുകൊണ്ട് കുറച്ച് കഴിഞ്ഞോട്ടെ, ഇപ്പൊ വരല്ലേ എന്നായിരിക്കും നമ്മൾ പറയാം. റബ്ബിലേക്ക് കൊടുക്കാൻ ഇനിയും കടങ്ങളുമായിട്ടാണോ നമ്മൾ ജീവിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ പരിശുദ്ധ ഖുർആനിന്റെ പഠനം നമ്മളിൽ ഒരു സ്വാധീനം ഉണ്ടാക്കിയിട്ടില്ല. നമ്മൾ പടച്ച തമ്പുരാന്റെ മാർഗത്തിലേക്ക് കൊടുക്കാൻ ഒന്നും ബാക്കി വെക്കരുത് കൂട്ടരെ, ഒന്നും ബാക്കിയുണ്ടാവരുത്. കൊടുക്കാനുള്ള കാര്യങ്ങൾ മുഴുവൻ കൃത്യമായിട്ട് കൊടുക്കാൻ നമുക്ക് സാധിക്കണം. അതാത് സമയങ്ങളിൽ കൊടുക്കാൻ സാധിക്കണം. ഏത് സമയത്തും മരണം നമ്മളെ വന്ന് വിളിക്കുന്ന സമയത്ത് യാതൊരു കോളിംഗ് ബെല്ലും അടിക്കാതെ, ആരോടും സമ്മതം ചോദിക്കാതെ, അടഞ്ഞിട്ട വാതിലിന്റെ ഉള്ളിലൂടെ നമ്മുടെ അടുത്തേക്ക് വരും നമ്മളെ കൊണ്ടുപോവാൻ. കൂടെ കിടക്കുന്ന നമ്മുടെ ഇണ പോലും അറിയൂല നമ്മളെ കൊണ്ടുപോകുന്ന കാര്യം. അങ്ങനെ നമ്മളെ കൊണ്ടുപോകാൻ തയ്യാറായിക്കൊണ്ട് അള്ളാഹുവിന്റെ മലായിക്കത്തുകൾ വരുന്നതിന് മുമ്പ് നമുക്ക് തീരുമാനിക്കണം, യാതൊരു സംശയവുമില്ല, അങ്ങനെ എന്നെ കൊണ്ടുപോവുകയാണെങ്കിൽ ഏറ്റവും നല്ല ശുദ്ധ മനസ്സോടുകൂടി യാതൊരു കടവും ബാക്കിയില്ലാതെ പോകാൻ ഞാൻ തയ്യാറാണ്.